അയ്യോ കുറുപ്പിന്റെ അസ്ഥിത്തറ പൊളിക്കണമെന്ന് ജലജയ്ക്ക് വാശി. ഈ അസ്ഥിത്തറ പൊളിച്ചു മാറ്റാൻ പോവുകയാണെന്ന്. അയ്യോ അയ്യോ അങ്ങനെ പറയല്ലേ എന്റെ അച്ചോട്ടൻ. അയ്യോ ഞാൻ വിളക്ക് കത്തിക്കുന്നതാ അച്ചോട്ട. ജലജയിൽ നിന്ന് വാങ്ങിയ കാശ് തിരികെ കൊടുക്കാൻ ആഭരണങ്ങൾ ഊരിക്കൊടുക്കുന്ന ശാരദ. നാളെ ഇത് കലമോളുടെ അമ്മയ്ക്ക് കൊടുക്കണം. എന്റെ അച്ചോട്ടന്റെ അസ്ഥിത്തറയിൽ എനിക്ക് വിളക്ക് കത്തിക്കണം. നീ എന്റെ അമ്മയോട് തർക്കുത്തരം പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ ഈ ജന്മം ഞാൻ നിനക്ക് തന്ന ദാനമാണ്. മര്യാദക്ക് എന്റെ കൂടെ നിന്നോ, അല്ലെങ്കിൽ കരയും നീ. സീതയെക്കുറിച്ചുള്ള കുട്ടിമണിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മനസ്സിന് ഉത്തരം മുട്ടുന്നു. തുടർന്ന് കാണുക. ഏയ് ഇല്ല, ഞാൻ മതിയുടെ വീട്ടിലായിരുന്നു. പിന്നെ കുറച്ച് യാത്രയുണ്ടായിരുന്നു. അതെങ്ങനെയാ? സ്വന്തം വീട്ടിൽ ഊരുറപ്പിച്ച് കിടക്കാൻ പറ്റത്തില്ലല്ലോ. ഏത് സമയത്താ പോലീസും പട്ടാളം കയറി വരുന്നതെന്ന് ആർക്കറിയാം? അത് തന്നെ. അതെ അതെ, വൈഫ് കുറച്ചു ദിവസത്തോടെ കഴിഞ്ഞേ വരൂ. അവൾക്ക് പറ്റിയ വീടൊന്നും അല്ലല്ലോ ഇത്. അതെ അതെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു മാണിക്യമംഗൽ തന്നെ നിൽക്കട്ടെ എന്ന്. നമ്മുടെ ഭാര്യയുടെ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണമല്ലോ. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്താ ബാലേട്ടാ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ബാലേട്ടന്റെ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പറഞ്ഞോ. എൻ്റെ അനിയൻ്റെ മുമ്പിൽ എനിക്കിപ്പോൾ പറയാനുള്ളതൊരു സങ്കടമാണ്. അത് കൊള്ളാം. എല്ലാവരും എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ സങ്കടം പറയാൻ ഞാൻ ആരാ ബാലേട്ടാ? പഴവങ്ങാടി ഗണപതിയോ? രവി, നീ പരിഹസിക്കരുത്. നിലതെറ്റി നിൽക്കുവാ ഞാൻ. സങ്കടത്തി മൂക്കോളം മുങ്ങി നിൽക്കുവാ ഞാൻ. ബാലേട്ടന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ബാലേട്ടൻ തന്നെയാണ്. ബാലേട്ടനെ സഹായിക്കാൻ ആളുകളില്ലാത്തതുകൊണ്ടാണ്. ബാലേട്ടന് പണമില്ലാത്തതുകൊണ്ടാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. എനിക്കതില്ലല്ലോ രവി. പിന്നെ അതിനെപ്പറ്റി തന്നെ പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? എന്തുകൊണ്ടാ അതില്ലാതെ പോയതെന്ന് ബാലേട്ടൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ബാലേട്ടന്റെ കയ്യിലിരിപ്പുണ്ട്. കിട്ടുന്ന കാശ് മുഴുവൻ ബാലേട്ടൻ ചെലവാക്കി കളയും. ഒന്നും മിച്ചം വെക്കത്തില്ല. ഞാൻ ചെലവാക്കിയത് നാട്ടുകാർക്ക് വേണ്ടിയല്ല, നീ ഉൾപ്പെടെയുള്ള ഈ കുടുംബത്തിന് വേണ്ടിയാ. ആ അതിലെനിക്ക് ഇപ്പോഴും ഒരു മനസ്താപവും ഇല്ല. കുടുംബത്തിന് വേണ്ടി മലയോളം ചെലവാക്കിയതൊന്നും ബാലേട്ടൻ പറയണ്ട. എനിക്ക് വേണ്ടി എന്നതാ എത്രമാത്രം ചെലവാക്കിയിരിക്കുന്നത്? ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, അത് എത്രയാണെന്ന് വെച്ച കണക്കൂട്ടി പറയാൻ ഒരു ചെക്കെഴുതി അങ്ങ് കൈ തരാം. ചില ബന്ധങ്ങളുടെ വില അളക്കാൻ പറ്റില്ല രവി. കാശ് കൊടുത്ത് കണക്ക് തീർക്കാനും പറ്റില്ല. അമ്മയുടെ ഗർഭപാത്രത്തിന് 10 മാസത്തെ വാടക കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നോട്ട് കെട്ടും ചെക്ക് ബുക്കും ഒന്നും അല്ലടാ ജീവിതം. ഇതൊന്നുമില്ലാത്ത ബാലേട്ടന്റെ ജീവിതം വളരെ മനോഹരമാണല്ലോ. ബാലേട്ടന്റെ ഭാര്യയെപ്പറ്റി നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ട് തൊലി ഉരിഞ്ഞു പോവാ. മതിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ദേ, കള്ളത്തിന് എന്താണെന്ന് പോലും അറിയാത്ത കുട്ടിയാ മതി. അത് ബാലേട്ടൻ അറിയോ? സീതരത്തിയുടെ കൂടെ നിന്നിട്ട് വെറുതെ അവളുടെ സ്വഭാവം കൂടി ചീത്തയാക്കണോ? രവി, ഓ, പെണ്ണുമ്പിള്ളയെ പറ്റി പറഞ്ഞപ്പോ ബാലേട്ടന് പൊള്ളി അല്ലേ? ശരി, ഞാൻ പറയുന്നില്ല. ബാലേട്ടൻ എന്താ എന്നോട് പറയാനുള്ളത് അതിലേക്ക് പറ. വെറുതെ രാവിലെ നമ്മൾ തമ്മിൽ സംസാരിച്ച് ഞാൻ എന്റെ മൂഡ് കളയുന്നില്ല. എടാ, അമ്മ ഇന്നലെ അമ്മയുടെ മാലയും വളയൂരി എൻ്റെ തന്നു. അതെന്തിനാ ബാലേട്ടന് മാത്രമായിട്ട് തന്നത്? എനിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? അത് എനിക്കൊന്നിനും തന്നതല്ല. അത് വിറ്റ് കിട്ടുന്ന കാശ് കലമോളുടെ അമ്മയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ അസ്ഥിത്തറ പൊളിക്കാതിരിക്കുക. അതേതായാലും നന്നായി. അമ്മയ്ക്കെങ്കിലും ബോധം ഉണ്ടായല്ലോ. എടാ, നമ്മുടെ അമ്മ കഴുത്തും കാതും ഒക്കെ പറിച്ചു നടക്കുക. എത്ര വലിയ ദാരിദ്ര്യം വന്നിട്ടും അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് അച്ഛനിപ്പോ ജീവിച്ചിരിപ്പില്ലല്ലോ. പിന്നെ
ന്യായം പറയാനും തായം ചവിട്ടാനും അല്ലാതെ ബാലേട്ടനെ കൊണ്ട് കാശിന് വകുപ്പുണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ മരിച്ചില്ലേ, പിന്നെ അമ്മ എന്തിനാ കഴുത്തിൽ മാലയിട്ടുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. അമ്മയോട് വല്ല കറുത്ത ചരടും എടുത്ത് കഴുത്തി കെട്ടാൻ പറ. അല്ലെങ്കിൽ തന്നെ ഈ വിധവകള് നടക്കുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട് ബാലേട്ടാ. അല്ലെങ്കിൽ തന്നെ വിധവകൾ കെട്ടി ഒരുങ്ങിയാണ് നടക്കേണ്ടത്. രാവിലെ ഓരോ കോള്. മോനെ, ആ അമ്മ തന്നത് എടുത്തോ? എടുത്തമ്മേ. പണയം വെച്ചാ പോരെ അമ്മേ, വിൽക്കണോ? പണയം വെച്ചാൽ എന്ത് കിട്ടാനും മോനെ? വിറ്റാൽ ഇത്തിരി കൂട്ടിക്കിട്ടത്തില്ലേ? ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊടുത്താലും കലമോളുടെ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് പൈസ വേണ്ടിയിട്ടൊന്നും അല്ലമ്മേ പറയുന്നത്, നമ്മളെ എപ്പോഴും കൊച്ചാക്കിക്കൊണ്ടിരിക്കും. പറയുന്നവരൊക്കെ പറയട്ടടാ മോനെ, എല്ലാം കേട്ടല്ലേ പറ്റൂ. നമ്മുടെ നിവൃത്തികേട് അല്ലാണ്ട് എന്ത് ചെയ്യാനാ? എന്നാലും അമ്മയുടെ മാല കൊണ്ട് വിൽക്കാന്ന് പറയുമ്പോ ഒരു വിഷമം. എന്തിന്? ഈ സ്വർണം എന്നൊക്കെ പറയുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വിൽക്കാനും പണയം വെക്കാനും ഉള്ളതാ. മനുഷ്യബന്ധത്തെക്കാൾ വലുതാണ് സ്വർണവും പണവും എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. നമ്മളൊന്നും ആ കൂട്ടത്തിൽ പെടുന്നവരല്ലല്ലോ. ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയി വിൽക്കാം. പക്ഷേ സ്വർണം ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോഴാ വലിയ വില. പണിക്കൂലി മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു വിലയില്ല. പണിക്കൂലിയില്ല, പണിയാത്ത കൂലിയില്ല. നീ ഇപ്പൊ അതൊന്നും ചിന്തിച്ച് വിഷമിക്കാൻ നിൽക്കാതെ പോകാൻ നോക്ക്. കാശ് കിട്ടിയിട്ട് നീ തന്നെ വേണം കൊണ്ടു കൊടുക്കാൻ. ശരിയമ്മേ. സൂക്ഷിച്ചു കൊണ്ടുപോണേ മോനെ. പോക്കറ്റ് വെച്ചുകൊണ്ടുപോകാൻ ഒരു പേടി, ഇതല്ലേ ഉള്ളൂ ആകെ. പോയിട്ട് വരട്ടെ അമ്മേ. ശരി. ഇത് സഞ്ജയനാ പറയുന്നത്. സഞ്ജയൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ സംഭവിക്കാതിരുന്നിട്ടില്ല. ആ ശരിയാക്കാം. ഓക്കെ. ആ ഞാൻ വിളിക്കാമേ. നമ്മുടെ ബാലേട്ടനല്ല പോകുന്നേ. ബാലേട്ടനെ അങ്ങനെ ഇങ്ങ് ഒറ്റയ്ക്ക് വിട്ടാ പറ്റില്ലല്ലോ. പിന്നെ വാടാ. ബാലേട്ട 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 ബാലേട്ട. അച്ചോടാ, എന്റെ ബാലേട്ട പേടിച്ചു പോയോ? ബാലേട്ടന് ഞങ്ങളെ പേടിയാണോ? എന്റെ ബാലേട്ട, നമ്മളൊക്കെ മനുഷ്യരല്ലേ? ദൈവം നമുക്ക് കുറച്ച് ദിവസം മാത്രം ആയുസ് തന്നിട്ടുള്ളൂ. അതെന്തിനാ? അടിച്ചു പൊളിക്കാൻ. ഇന്ന് എങ്ങനെ അടിച്ചു പൊളിക്കുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാ എന്റെ ബാലേട്ടനെ ദൈവം എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. സഞ്ജയ, നീ വെറുതെ വാ ബാലേട്ടാ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. എനിക്ക് ഒരുപാട് പണിയുള്ളതാ. വീട് സഞ്ജയ. നീ എനിക്കൊരു പണിയില്ല ബാലേട്ടാ.
വാ ബാലേട്ടാ. അതെ ബാലേട്ടൻ എന്തായാലും ഞങ്ങളുടെ കൂടെ വന്നേ വിടാൻ. പറ്റൂ. വാ ബാലേട്ടാ. എനിക്ക് പോണം സഞ്ജയ. എനിക്ക് ഇവിടെ പണിയുണ്ട്. ബാലേട്ടാ. വിടാൻ. ഈ ബാലേട്ടൻ സഞ്ജയ് ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ. സഞ്ജയ് വാ വിട് ബാലേട്ടാ. സഞ്ജയ്. സഞ്ജയ് നിന്നോട് പറഞ്ഞ് വിടാൻ. സഞ്ജയ് അയ്യേ, എന്താ ഇതിങ്ങനെ ബാലേട്ടാ? ഇവിടെ വിടാൻ. ബാലേട്ടാ. പറഞ്ഞത് എടാ എനിക്ക് ബാലേട്ടാ, പോണം. ഞാനല്ലേ ബാലേട്ടാ. ബാലേട്ടാ. എനിക്ക് പോണം സഞ്ജയ് വിട്. അങ്ങനെ വിടാനല്ലോ ബാലേട്ടാ ഞങ്ങള് പിടിച്ചിരിക്കുന്നത്, അല്ലേ? ബാലേട്ടാ. ബാലേട്ടാ വേണ്ട. സഞ്ജയ് വിട് സഞ്ജയ്. ബാലേട്ടാ. സഞ്ജയ് നിന്നോട് പറഞ്ഞ് വിടാൻ. ബാലേട്ടാ, enjoy ഇവിടെ വിടാം. ബാലേട്ടാ. ബാലേട്ടൻ്റെ ഒരു കാര്യം. എന്നെ വിട്. അടങ്ങി നിക്ക് ബാലേട്ടാ. എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ബാലേട്ടാ ചുമ്മാ നമ്മള് ഫ്രണ്ട്സ് അല്ലേ, നമ്മക്കിവിടെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കാലോ. എനിക്ക് നിങ്ങളോട് മിണ്ടാനും പറയാൻ ഒന്നുമില്ല. എന്റെ ബാലേട്ടാ, സ്റ്റേഷനിൽ തന്നതിന്റെ പിണക്കത്തിലാണോ ബാലേട്ടൻ? മച്ചാ അതൊക്കെ അപ്പോഴും കഴിഞ്ഞല്ലേ? പിന്നെ ബാലേട്ടാ, ഇതൊക്കെ ഒരു തമാശ. എന്റെ ബാലേട്ടൻ നൊന്തായിരുന്നോ? ബാലേട്ടനുമായുള്ള പിണക്കൊക്കെ മാറ്റിവെച്ച് നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. മച്ചാ അതെടുക്കും മച്ചാ. ആ ബാലേട്ടൻ കണ്ടോ? ആ ടാൻ ടാൻ. ഹെ, നല്ല സൂപ്പർ സ്കോച്ചാ ബാലേട്ടാ. അടിപൊളി. വേണോ ബാലേട്ടാ? ഞാനിതൊന്നും കഴിക്കാറില്ല. അയ്യ. അല്ല ബാലേട്ടാ, യവന് ഒരു സംശയം. ഈ സീതടുത്തി എന്താ പോകാൻ കാരണം? നിങ്ങൾ തമ്മില് അത്ര രസത്തിലല്ലായിരുന്നോ കാര്യങ്ങള്? അല്ല, ദാമ്പത്യം ഒരു പരാജയമായിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പോണം. എന്റെ വണ്ടി അവിടെ ഇരിക്കുക. വണ്ടി അവിടെ ഇരുന്നോളും. ആ ആക്രി ആരെടുത്തോണ്ട് പോവാനാ? ഞങ്ങള് കൊണ്ടുവിടാ അവിടെ. ബാലേട്ടാ, 2 പെഗൊക്കെ വീശി മിടുമിടുക്കനായിട്ട് പോയാ മതി. സീത പോയാ ഊർമിള വരും ബാലേട്ടാ. അന്തിക്കൂട്ടിന് ആരെങ്കിലും പോരെ? കുടിക്ക് ബാലേട്ടാ. കുടിക്ക്. കുടിക്കടോ ബാലേട്ടാ. കുടിക്കടാ ബാലേട്ടാ. വെളി കളയരുതേ. ബാലേട്ടാ. ഓ കുറച്ചുകൂടി ബാലേട്ടാ. കുടിക്ക് കുടിക്ക് ബാലേട്ടാ. കുടിക്ക് ബാലേട്ടാ. കുടിക്ക്. ബാലേട്ടാ. ഓ ബാലേട്ടാ. ബാലേട്ടാ. ഓ അങ്ങനെ ഒരു ഫുള്ളിന്റെ കാര്യം സ്വാഹ. ബാലേട്ട കരയുന്നു. ബാലേട്ടാ, ഈ കണ്ണീരും സാധനം കണ്ട എനിക്ക് അപ്പ ചിരി വരും. ബാലേട്ടാ, നമ്മുടെ സെലിബ്രേഷൻ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രം. ഇനിയും കൂടും. പിന്നെ നമുക്ക് 2 ഫുള്ളൊക്കെ തിരിക്കണ്ട ബാലേട്ടാ. ബൈ ബാടാ. ബാലേട്ടാ ബാലേട്ടാ ബാലേട്ടാ. അയ്യോ അയ്യോ ഈശ്വര, എന്റെ സ്വർണം. അയ്യോ അയ്യോ ഈശ്വര, എന്റെ സ്വർണം.
എന്താ വേണ്ടേ? പട്ടാപ്പകല് തന്നെ നല്ല ഫോമിലാണല്ലോ. അതെ, കുറച്ച് സ്വർണം വിൽക്കാനുണ്ട്, എടുക്കുവോ? ആരുടെ സ്വർണ്ണോ സാറേ? എവിടുന്ന് കിട്ടിയതാ? അല്ല, ഈ കണ്ടീഷനിലായോണ്ട് ചോദിച്ചതാ. എന്റെ അമ്മയുടെ സ്വർണ്ണ നിവർത്തികൊണ്ട് വിൽക്കുക. സാറേ, സ്വർണം എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വേറെ കടയിൽ കൊണ്ടുപോയി വിറ്റോളാം. സ്വർണം എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഗ്രാമിന് 30 രൂപ വെച്ച് കുറയും. ശരി സാർ, ഞാൻ പോയി സ്വർണം എടുത്തോണ്ട് വരാം. അയ്യോ അയ്യോ, ചേച്ചി, എന്റെ സ്വർണം. അയ്യോ, എന്റെ സ്വർണം കണ്ടായിരുന്നു ചേട്ടാ. ചേട്ടാ, ഇല്ല ഇല്ല, എന്റെ സ്വർണം കണ്ടില്ല. ചേട്ടാ, എന്റെ സ്വർണം. എനിക്കറിയില്ലേട്ടാ, ഇവിടെ ചോദിക്കും. ദാ ചേട്ടാ, വിളിക്കും. സ്വർണം ആരെങ്കിലും എടുക്കുന്ന കണ്ടോ? ഇല്ല, കണ്ടില്ല. ചേച്ചി, എന്റെ സ്വർണം. അയ്യോ, സാർ, എന്തു പറ്റി സാർ? ചേട്ടാ, എന്റെ സ്വർണ്ണം ഇവിടെ കാണുന്നില്ല. എന്റെ സ്വർണ്ണം ഇവിടെ വെച്ച്. അതെ, ഒരു 4 പെഗ് കഴിച്ചാൽ ഇങ്ങനെയൊക്കെ തോന്നും. സാറ് പോവാൻ നോക്ക്. സത്യം സാറേ, എന്റെ സ്വർണ്ണം ഇവിടെ വെച്ച്. എന്ത് പറ്റിയതാ? ഇയാള് കള്ളു കുടിച്ച് വെറുതെ സ്വർണം പോയെന്ന് ഷോ കാണിക്കുക. പോവാൻ നോക്ക്. പോ, 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 പോ. ഞാൻ പൊക്കോളാം സാറേ. പോവാൻ നോക്ക്, പോവാൻ നോക്ക്. ആ, പോ. പോ. എന്റെ ദൈവമേ, അതെവിടെ പോയി? കാണിച്ചു തന്നെ ഭഗവതി. ഇവിടെ എന്ത് പറ്റി ബാലേട്ടാ? ഹലോ, എന്താ പറ്റിയത്? മുഖത്ത് മൊത്തത്തിലൊരു വെപ്രാളം പോലെ. ഒന്നുമില്ല. അല്ല, ഈ മുഖത്തെ ഭാവം കണ്ടിട്ട് എന്തോ കളഞ്ഞു പോയ പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ. സ്വർണം വിറ്റോ? എത്ര രൂപ കിട്ടിയടാ? നാളെ തന്നെ കൊണ്ടുപോയി കലമോളുടെ അമ്മയ്ക്ക് കൊടുക്കണേ. അത്രയും സമാധാനായി. എന്തു പറ്റിയടാ മോനെ നിനക്ക്? വയ്യേ? ഇവിടെ എന്ത് പറ്റി ബാലേട്ടാ? ഹലോ, എന്താ പറ്റിയത്? മുഖത്ത് മൊത്തത്തിലൊരു വെപ്രാളം പോലെ. ഒന്നുമില്ല. അല്ല, ഈ മുഖത്തെ ഭാവം കണ്ടിട്ട് എന്തോ കളഞ്ഞു പോയ പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചാണേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എന്നോട് ചൂടാന്ന് എന്തിനാ? ഞാൻ നിങ്ങളുടെ വിഷമം കണ്ട് ചുമ്മാ ചോദിച്ചു പോയെന്നേ ഉള്ളൂ. എന്ത് കഷ്ടം നോക്കണേ. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനേ നാട്ടിൽ തേടി നടപ്പൂ. കഷ്ടം തന്നെ. എന്താ ബാല എത്ര വൈകിയത്? സ്വർണം വിറ്റോ? എത്ര രൂപ കിട്ടിയടാ? നാളെ തന്നെ കൊണ്ടുപോയി കലമോളുടെ അമ്മയ്ക്ക് കൊടുക്കണേ. അത്രയും സമാധാനായി. എന്തു പറ്റിയടാ മോനെ നിനക്ക്? വയ്യേ? ആകെ വല്ലാതിരിക്കുന്നല്ലോ.
നീ ഇങ്ങനെ മുറ്റത്ത് നിൽക്കാതെ കേറി വാ. വാടാ. അമ്മേ, എന്താടാ? സ്വർണം സ്വർണം? സ്വർണം വിൽക്കാൻ പറ്റിയില്ല അമ്മേ. സ്വർണം വിൽക്കാൻ പറ്റിയില്ലെന്നോ? അയ്യോ, എന്താ മോനെ? സ്വർണം വിൽക്കാൻ പറ്റിയില്ലെന്നോ? എന്തു പറ്റി? അത് എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയമ്മേ. അയ്യോ ദൈവമേ, എന്താ പറഞ്ഞേ? കളഞ്ഞു പോയിന്നോ? നീ എന്താടീ പറയുന്നേ? എങ്ങനെ പറ്റിയടാ? പറയേ. എനിക്കറിയത്തില്ല അമ്മേ. ഈ മനസ്സിനെ സൂക്ഷിക്കണം. കേറി മുറിഞ്ഞ മനസ്സും പാതി മറഞ്ഞ മുഖവുമായി വന്ന ഈ മനസ്സിന്റെ മനസ്സ് നിറയെ പകയാണ്. കുട്ടിമണിയുടെ മനസ്സിജൻ 3 മണിയുടെ മനസ്സറിയുന്നു.